ഇന്നലകളിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിതച്ചിട്ട് അതിൻ്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ നീ കണ്ണുനീരോടെ വിതച്ചതിന് ആർപ്പോടെ കൊയ്യാൻ പോകുന്ന ഒരു ദിവസങ്ങളാക്കി ഈ പകൽക്കാലം ദൈവം മാറ്റാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ വിതച്ചിട്ട് ഒരു പ്രതിഫലം കാത്തിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ഈ പകൽക്കാലം ദൈവരാജ്യത്തിന് വേണ്ടി നീ വിതച്ച ചിലത് ശ്രേഷ്ഠമായി നിന്റെ കരങ്ങളിൽ വരത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ ദൈവം ഒരുക്കുന്ന വലിയ കൃപകൾക്കായി, നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ സന്ദേശം നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. അടുത്തതാണ് ദൈവനോട് സംസാരിച്ച വചനം. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായി കാത്തും കൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. വാട്ട് എ ബ്ലെസ്സഡ് വേഴ്സ്. ഇത് മനോഹരമായ വാക്യമാണല്ലേ. ഈ പ്രഭാതത്തിനകത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ രാത്രി ഇരുൾ ഓടി ഒളിച്ചൊരു പ്രഭാതം നമ്മുടെ മുൻപിൽ നിറപുഞ്ചിരിയോടെ വെളിപ്പെട്ട് വരുമ്പോൾ, നാളുകളായി ക്ഷമയോടെ ഇന്നലകളിൽ എന്തോ ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചിട്ട്, ദൈവസന്നിധിയിൽ വിതച്ചിട്ട് അതിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥന ഒരു വിതയാണ്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുതേ. ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെയൊക്കെ ആഗ്രഹം റെഡിമെയ്ഡ് വിടുതൽ ലഭിക്കാനാണ്. ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളിലോ പോകുമ്പോൾ എല്ലാം റെഡിമെയ്ഡായിട്ട് വച്ചിരിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അർത്ഥം. ഒത്തിരി കോളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഒരു ദിവസം തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ വ്യക്തികൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, സബിംബാസു പ്രാർത്ഥിച്ച് നാളത്തെ പകൽ വിടുതൽ ലഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് നിങ്ങളിൽ പലരും എന്നെ വിളിക്കുന്നതും. പക്ഷേ ആ വിടുതൽ വേഗത്തിൽ സംഭവിക്കാം, സംഭവിക്കാതെയും ഇരിക്കാം. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾ ഉൾക്കൊള്ളണം. അർത്ഥം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഇന്നലകളിൽ പ്രാർത്ഥിച്ചിരുന്നവരായിരിക്കാം, ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ മറുപടികൾ വെളിപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. അർദ്ധരാത്രി ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് സാന്നിധ്യമിറങ്ങുന്ന നിയമപെട്ടകത്തിൻ്റെ അടുക്കൽ 12 ഗോത്രങ്ങളുടെയും അഹരോൻ്റെ വടിയും കൊണ്ടുവച്ചപ്പോൾ അഹരോൻ്റെ വടി ഒറ്റ രാത്രി കൊണ്ട്
വൃക്ഷമായി ഇലകൾ വന്നു. ഒരു വൃക്ഷം ഫലമുണ്ടാകണമെങ്കിൽ മെച്ചുവേർഡ് ആകണം. അർത്ഥം ഫലമുണ്ടാകത്തക്ക നിലവാരത്തിൽ ആ വൃക്ഷത്തിന് വളർച്ച സംഭവിക്കണം. ഫലമുണ്ടാകത്തക്ക രീതിയിൽ ആ വൃക്ഷം മെച്ചുവേർഡായി വളർച്ച സംഭവിച്ചു. രാവിലെ മോശയും കൂട്ടാളികളും ചെന്ന് നോക്കുമ്പോൾ അഹരോൻ്റെ വടി തളർത്ത് നിൽക്കുക. തളർത്ത് മാത്രമല്ല, ഫലത്തോടെ നിൽക്കുകയാണ്. ഞാനും കൊതിക്കുന്നു നിൻ്റെ ജീവിതത്തിനകത്ത് അതുപോലെ ദൈവത്തിൻ്റെ റാപ്പിഡായിട്ടുള്ള വേഗത്തിലുള്ള ദൈവപ്രവർത്തികൾ, ഫലങ്ങൾ വെളിപ്പെടട്ടെ. പക്ഷേ മറ്റൊരാശയമുണ്ട് പ്രിയരെ, പ്രാർത്ഥന എപ്പോഴും വിതയാണ്. ഒരു കൃഷിക്കാരൻ നിലമൊരുക്കി ആ നിലത്ത് വിത്ത് നടുന്നത് പോലെ, ഞാറ് നടുന്നത് പോലെ, മരത്തൈ നടുന്നത് പോലെ ആണ് നമ്മുടെ പ്രാർത്ഥന. കൃഷിക്കാരൻ നിലം ഒരുക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവർ അവൻ്റെ ജീവിതം ഒരുക്കണം. അവൻ്റെ ഹൃദയം, ശരീരം അവൻ വിശുദ്ധിയുള്ളതായി മാറണം. കാടുകളെ എല്ലാം വെട്ടിത്തെളിച്ച് കൃഷിക്കാരൻ്റെ വയല് കൃഷിക്ക് യോഗ്യമാകവണ്ണം വിത്ത് വിതയ്ക്കത്തക്ക നിലവാരത്തിൽ ഞാറ് നടത്തക്ക രീതിയിൽ കൃഷിക്കാരൻ ഇളക്കി അനുയോജ്യമായ മണ്ണാക്കുന്നത് പോലെ ഓരോ വ്യക്തികളുടെ ജീവിതവും വിശുദ്ധമാകണം. കളകളെ വെട്ടിമാറ്റി, ആകാത്തതിനെയൊക്കെ വെട്ടിമാറ്റി ഒരു കൃഷിക്ക് വേണ്ടി നിലമൊരുങ്ങുന്നത് പോലെ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെട്ടാൽ ഒരു ഉറപ്പ് ഞാൻ പറയാം, നീ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും വിതയായി മാറും. ഒരിക്കലും നില ഒരുക്കാതെ വിശുദ്ധീകരണത്തോടെ അല്ലാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയരുത്. ഞാൻ എപ്പോഴും പറയും, അഡ്രസ് ഇല്ലാതെ പോസ്റ്റ് അയക്കുന്നത് പോലെ ആയിപ്പോവും, അഡ്രസ് ഇല്ലാതെ ലെറ്റർ ഇടും പോലെ ആയിപ്പോവും. ഫ്രം അഡ്രസ് മാത്രം പോരാ, ടു അഡ്രസ്സും കൂടെ വേണം. എങ്കിലേ നീ അയച്ച ലെറ്റർ എത്തേണ്ടടുത്ത് എത്തത്തുള്ളൂ, നീ അയച്ച കൊറിയർ എത്തേണ്ടടുത്ത് എത്തത്തുള്ളൂ. അതുപോലെയാണ് പ്രിയരെ, നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ, നമ്മുടെ നിലം, ഹൃദയം ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു വിധയായി മാറത്തുള്ളൂ. ഞാൻ എൻകറേജ് ചെയ്യുക, ഈ പ്രഭാതത്തിൽ ഒരു പക്ഷേ ഈ സന്ദേശം കേട്ടുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ പ്രഭാതം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. എല്ലാ പകലും നിരന്തരമായി സന്ദേശം കേൾക്കുന്നവരുണ്ട്, എനിക്കറിയാം. നിങ്ങൾക്ക് ഈ സന്ദേശം വലിയ ഊർജവും ബലവുമാണ്, എനിക്കറിയാം. നിങ്ങൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ഇത് കേൾക്കണം, നിങ്ങളുടെ ജീവിതത്തിലും ദൈവം സംസാരിക്കുമെന്ന് പറഞ്ഞ് അതും എനിക്ക് നന്നായി അറിയാം. കാരണം ഒത്തിരി കോളുകൾ, ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി ടെസ്റ്റ് മണികൾ ദിനവും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൊതിക്കുന്നു, ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ മാറിയിരുന്ന അല്പസമയം ജീവിതത്തിനകത്ത് വന്നുപോയ കുറവുകളെ, ലംഘനങ്ങളെ, പാപങ്ങളെ, അകർത്യങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട്, നമ്മളെ ഏറ്റുപറയാൻ മിടുക്കരാണ്, പക്ഷേ ഉപേക്ഷിക്കാൻ മടിയുള്ളവരാണ്. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിൽ ഓടിച്ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്ക്. നിന്റെ പ്രാർത്ഥനയുടെ ഒരു വാചകം പോലും ഫലമില്ലാതെ പോകില്ല. നീ പ്രാർത്ഥിക്കുന്ന ഓരോ സെൻറ്റൻസുകളും അത് വിത്തുകളായി മാറും. മാതാപിതാക്കളെ, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, ഈ പകൽക്കാലം പ്രാർത്ഥിക്ക്. ഈ സമയം ദൈവത്തോട് പറയാൻ കഴിയുമെങ്കിൽ കരമുയർത്തി പറ, കർത്താവേ, ഈ പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കാൻ റെഡിയാണ്, ഞാൻ പ്രാർത്ഥനയിൽ ചിലത് വിതയ്ക്കാൻ റെഡിയാണ്.
പ്രാർത്ഥനയിൽ വിതയ്ക്കാൻ ഞാൻ റെഡിയാണ്. ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചിലർ പറയും, പാസ്റ്ററെ ഞാൻ ദീർഘനാളായി മനം തകർന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയില്ല പാസ്റ്ററെ. എത്ര ദൈവസന്നിധി കരഞ്ഞിട്ട് ഒരു മറുപടിയില്ല പാസ്റ്ററെ. ഒരു നന്മയോ ഒരു വിടുതലോ ഒരനുഗ്രഹമോ എൻ്റെ ജീവിതത്തിനകത്ത് കാണാൻ കഴിയുന്നില്ല പാസ്റ്ററെ. അവിടെയാണ് ഈ യാക്കോബ് പറയുന്നത്, വിതച്ച ഉടനെ വിതച്ചത് ഫലമായി വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ആരൊക്കെ പിണങ്ങി. നിങ്ങൾ പലരും പറയും, എനിക്കിപ്പോൾ നന്മ ലഭിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ഇനി എപ്പോഴാ? ഇപ്പോൾ ഞാൻ വിതച്ചതിന് മറുപടി ലഭിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ദൈവം പറയുക, യാക്കോബ് പറയുക, ദീർഘക്ഷമയോടിരിപ്പീൻ. പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷമയോടെ ഇരിക്കാൻ പറയുന്നത് നമുക്ക് കഴിയത്തില്ല. പക്ഷെ യാക്കോബ് പറയുക, ക്ഷമയോടെ ഇരുന്നാൽ മാത്രം പോരാ, ദീർഘക്ഷമയോടെ ഇരിക്കണം. കാരണം നീ വിതച്ചത് നീ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ഫലമല്ല ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഇസഹാക്കേ, നീ കണ്ണുനീരോടെ ക്ഷാമകാലത്ത് വിതച്ചത് നീ ചിന്തിക്കുന്ന ഒരു കൊയ്ത്തല്ല ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ആരൊക്കെ ദൈവം എൻകറേജ് ചെയ്യുക. സ്നേഹിത, കൂടപ്പിറപ്പെ, ദൈവദാസിയെ, ദൈവദാസനെ, അഭിഷിക്തനെ, പ്രിയ കുഞ്ഞെ, നീ പ്രാർത്ഥിച്ച് കരഞ്ഞില്ലേ? മാറത്തടിച്ച് ഏകാബവയ്ക്കകത്ത് വാ പൊട്ടി നിലവിളിച്ച് ഇമ്മലകളിൽ കരഞ്ഞ വിഷയങ്ങളില്ലേ? അവന് നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മറുപടി അല്ല ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് നീ വിതച്ചതിനുള്ള കൊയ്ത്ത് 100 മേനി ഫലം തരാൻ. അർത്ഥം, മാളകളുടെ ജീവിതത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് നീ വിതച്ച സകലത്തിനും മറുപടി തന്ന്, ഒന്നിനു പോലും മറുപടിയില്ലാതെ ജീവിതത്തിനകത്ത് സകല വിഷയങ്ങൾക്കും മറുപടി തന്ന് ദൈവം വിശ്വസ്തനെന്ന് തെളിയിച്ച് നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചിലത് വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ പകൽക്കാലം ക്ഷമയോടെയല്ല, ദീർഘക്ഷമയോടെ ഇരിക്കുക. ദൈവത്തിനറിയാം വിതച്ചത് വളരാൻ. വിതയ്ക്കുന്നതിന് മുമ്പ്, വിതയ്ക്കുന്നത് വളരാൻ ഒരു മുൻമഴയുണ്ടെങ്കിൽ, വിതച്ച വിത്ത് അത് മുള പൊട്ടി പുറത്തു വന്ന് ഫലമായി ഭാഗമാകുന്നതിന് മുമ്പ്, ഒരു കൊയ്ത്തിന് മുൻപ് ഒരു പിന്മഴയുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ ചലഞ്ച് ചെയ്യുക, വിതയ്ക്ക് മുൻമഴയും പിന്മഴയും അയച്ച് നീ കണ്ണുനീരോടെ വിതച്ച വിഷയങ്ങൾക്ക് 100 മേനി ഫലം നൽകാൻ എൻ്റെ ദൈവം ശക്തനാണ്. വചനം പറയുന്നു, കണ്ണുനീരോടെ വിതച്ചു, ആർപ്പോടെ നീ കൊയ്യാൻ പോകുക. കഷ്ടതയിൽ ഞെരുങ്ങി കണ്ണുനീരോടെ വിതച്ചതിന് നീ കൊയ്യുമ്പോൾ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, സമൃദ്ധിയോടെ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്തൊരു നന്മ വെളിപ്പെടുത്താൻ പോകുക. അവനെന്ത് വേണം? ദീർഘക്ഷമയോടെ ഇരിക്കുക. ക്ഷമയല്ല, ദീർഘക്ഷമയോടെ ഇരുന്നാൽ ഈ പകൽക്കാലം നിന്റെ കൂടാരത്തിനകത്ത് നീ പ്രാർത്ഥിച്ചു വിതച്ചതിനുള്ള മറുപടി ലഭിക്കും. നീ കരഞ്ഞതിനുള്ള മറുപടി ലഭിക്കും. നീ ദൈവസന്നിധിയിൽ ചോദിച്ചതിനുള്ള മറുപടി ലഭിക്കും.
ഞാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ അങ്ങനെ ബ്ലസ് ചെയ്യുക. ഇമ്മലകളിൽ കണ്ണുനീരോടെ വിതച്ച് വർഷങ്ങളായി ക്ഷമയല്ല ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഈ കൂടാരങ്ങളുടെ മേൽ ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. തലമുറയുടെ ഭാവികൾ വെളിപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാർ കണ്ണുനീരോടെ ദീർഘക്ഷമയോടെ വിതച്ച് കാത്തിരുന്നതിന് മറുപടി ഈ പകൽക്കാലം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. മെമ്മറിയിലെ ദൈവാത്മാവ് അങ്ങനെ പറയുകയാ. ഇന്നലകളിൽ പിതാക്കന്മാർ വിതച്ചത്, ഇന്നലകളിൽ ദൈവദാസന്മാർ ശുശ്രൂഷിച്ച ഇടങ്ങളിൽ വേദനയ്ക്കകത്തും വിശ്വസ്തയോടെ വിതച്ചതിനുള്ള മറുപടി അവിടെ തലമുറകൾ കൊയ്തെടുക്കുന്ന സീസണുകൾ വെളിപ്പെടും. ദൈവം അങ്ങനെ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ചിലരെ ആത്മാവ് തിരഞ്ഞെടുക്കുന്ന പകലാണ്. ശാബാരാധന വിശ്വസിക്ക്, ഈ പകൽക്കാലം അത് വെളിപ്പെടും. എന്നെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗമേ, എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. യാക്കോബ് പറഞ്ഞതുപോലെ ദീർഘക്ഷമയോടിരിപ്പിനൊരു കൃഷിക്കാരൻ നിലത്ത് വിതച്ച് അവൻ്റെ ഫലത്തിനു മുമ്പ് മുൻമഴയ്ക്കും പിന്മഴയ്ക്കുമായി കാത്തിരിക്കുന്നതിന് മുമ്പ് കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. അപ്പോൾ ആ വർഷങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ഇന്നലകളിൽ വിതച്ചിട്ട് ഒത്തിരി നാളുകളായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ ഒരു വലിയൊരു കൊയ്ത്തിന്റെ സീസൺ വെളിപ്പെടുത്തണമേ. 100 പേരെ കൊയ്തെടുക്കുന്ന ശൂന്യതയിൽ കരയുന്ന ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം അതങ്ങനെ വെളിപ്പെടട്ടെ. ഞാൻ ഈ വചനമായി അച്ചു ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതേ പ്രിയരെ, ഒരു കൃഷിക്കാരൻ നിലത്ത് വിതച്ച് കാത്തിരിക്കുന്നത് പോലെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണോ? ഡോണ്ട് വറി. ഈ പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി ഒരു കൊയ്ത്ത് തുറന്നിടാൻ പോകുക, ഒരു കൊയ്ത്തിൻ്റെ സീസൺ തുറന്നിടാൻ പോകുക. പകൽക്കാലം ഈ ദൂത് നിന്നെ സ്പർശിച്ചെങ്കിൽ ഇതുപോലെ തകർന്നിരിക്കുന്ന ചിലർക്ക് ഇത് നീ അയച്ചു കൊടുക്കണം. അവരുടെ ജീവിതത്തെ ഈ വചനം പിടിച്ചു കുലുക്കും. വചനം ചിലത് അവരുടെ ജീവിതത്തിനകത്തും ചെയ്യും. ഒറ്റപ്പെട്ടിരിക്കുന്ന ആരെയൊക്കെയോ ഈ സന്ദേശം നിന്നിലൂടെ അവരുടെ ജീവിതത്തിലേക്കും എത്തത്തക്ക രീതിയിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായും നിങ്ങൾ വിളിക്കണം. ഞങ്ങൾക്കറിയാം എല്ലാ കോളുകൾക്കും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക. ഞങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറയാമോ? പരിശുദ്ധാത്മാവേ, ലീഡ് മീ ടുഡേ. ഹോളി സ്പിരിറ്റ്, ലീഡ് മീ ടുഡേ. God bless you. Amen. Amen. Amen.